ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. First we have a MCQ question. The question is, pick the correct one. When the temperature of a liquid increases, its surface tension dash increases, decreases and remains the same. So the question is, when the temperature of a liquid increases, what will happen to its surface tension? Temperature increase ചെയ്ത് കഴിഞ്ഞാൽ surface tension എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻക്രീസസ്, ഡിക്രീസസ് ഓർ റിമെയിൻസ് സെയിം. ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് കാണാനുള്ളത്. When the temperature increases, what will happen to its surface tension? Yes, that will be decreased, because we have studied that the value of surface tension depends on temperature and the surface tension decreases with temperature. Okay, so our answer is decreases. The next question is also from the same question paper, June 2022. This is a 3-mark question. Question is, state Pascal's law. So we have to state Pascal's law. Pascal's law എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. For that we are getting 1 mark. And the next part of the question is, the schematic diagram of a hydraulic lift is shown in figure. Using Pascal's law, find the value of F2 in terms of A1 and A2. എന്താണ് തന്നിട്ടുള്ളത്? ഹിയർ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ഗിവൺ. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഹിയർ യൂസിങ് പാസ്കൽസ് ലോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2 in terms of A1 and A2, and A1 and A2 are the areas of pistons. ഓക്കെ, A1 and A2 എന്ന് പറയുന്നത് എന്താണ്? ഏരിയാസ് ഓഫ് പിസ്റ്റൺ ആണ്. നമുക്കിവിടെ കാണാനുള്ളത് F2 ആണ്. അതായത് A1ൻ്റെയും A2വിൻ്റെയും ടേംസിലായിരിക്കണം F2 കാണുന്നത്. സോ ഹൗ വി ക്യാൻ derive the equation. So for that we are getting 2 marks. Okay, അപ്പോൾ total 3 മാർക്കാണ് ഈ ക്വസ്റ്റിന് കിട്ടുന്നത്. Now we can answer. How we can state Pascal's law? It is very important law, and the statement is, whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. That is, whenever we are applying an external pressure on a fluid, okay, that fluid will be contained in a vessel, and that will be transmitted undiminished and equally in all directions. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ, ഒരു വെസലിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റ്, അതായത് ഒട്ടും നഷ്ടമാവാതെ തന്നെ ഈക്വലായിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ്. അതാണ് പാസ്കൽസ് ലോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. Whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. Now we can answer the second part of the question. Here the schematic diagram of hydraulic lift is already given to you. Now we have to find the force F2 in terms of A1 and A2. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്ലിക്കേഷനാണ്, പാസ്കൽസ് ലോയുടെ അപ്ലിക്കേഷനാണ്, നമുക്കറിയാം. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് F2 കാണുന്നതിനുള്ള ഇക്വേഷനാണ് കാണേണ്ടത് ഇൻ ടേംസ് ഓഫ് A1 ആൻഡ് A2. A1 A2 എന്ന് പറയുന്നത് എന്താണ്? പിസ്റ്റണുകളുടെ ഏരിയയാണ്, A1ഉം A2. അപ്പോൾ ഇൻ ബേസ്, അതായത് A1ൻ്റെയും A2വിൻ്റെയും ടേംസിലായിരിക്കണം നമുക്ക് കിട്ടുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺസിഡർ എ ലിക്വിഡ് എൻക്ലോസ്ഡ് ഇൻ എ വെസൽ. അതായത് ഒരു വെസലിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ക്യാൻ സി 2 cylinders C1 ആൻഡ് C2 അറ്റാച്ച് ടു ഇറ്റ്. അതായത് 2 സിലിണ്ടേഴ്സ് C1ഉം C2ഉം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ സിലിണ്ടേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് 2 pistons. അതായത് 2 pistons ഉണ്ട് വിച്ച് ഹാസ് ഏരിയാസ് A1 ആൻഡ് A2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ C1നും C2ലും എന്ത് ചെയ്തിട്ടുണ്ട്? 2 പിസ്റ്റൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ പിസ്റ്റണുകളുടെ ഏരിയയാണ് A1 A2. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം. ഇനി എന്തിനാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്? we can lift heavy loads by using hydraulic lift. അല്ലേ, ഹെവി ലോഡ്സ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ വി ആർ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി
suppose we are applying a force F1 on the area A1. A1 എന്ന് പറയുന്ന സൈഡിൽ, അതായത് ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F1 ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രഷർ അറ്റ് ദാറ്റ് സൈഡ്? അതായത് F1 ആണ് ആക്ട് ചെയ്യുന്നത് A1-ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എങ്ങനെ കാണാൻ പറ്റും? പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? അപ്പോൾ പ്രഷർ എങ്ങനെ കാണാം? പ്രഷർ P1 is equal to F1 by A1 എന്ന് എഴുതാം. അതായത് ഇഫ് F1 is the force exerted on the area A1, A1 ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F1 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എത്രയാണ്? P1 is equal to F1 by A1 ആണ് അല്ലേ? ഓൾറെഡി നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണത്. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതുകൊണ്ട് P1 ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? F1 by A1 എന്ന് എഴുതാം. ഇനി F2 എന്ന് പറയുന്ന ഫോഴ്സ് ആണ് വി ആർ എക്സേർട്ടിങ് ഓൺ ഏരിയ A2. ദെൻ വാട്ട് വിൽ ബി ദ പ്രഷർ? അതായത് F2 ഫോഴ്സ് ആണ് ഏരിയ A2-വിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രഷർ? അവിടെ ഉണ്ടാകുന്ന പ്രഷർ എത്രയായിരിക്കും? P2 എന്ന് മെൻഷൻ ചെയ്യാം അല്ലേ? P2 വിൽ ബി ഈക്വൽ ടു F2 by A2 ബിക്കോസ് ഏരിയ ഈസ് A2 ആൻഡ് ഫോഴ്സ് ഈസ് F2. സോ F2 by A2 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്, P1-നും P2-വിനും. ഓക്കെ, P1 is equal to F1 by A1 ആണ്. P2 എന്ന് പറയുന്നത് എന്താണ്? F2 by A2 ആണ്. നൗ വി ക്യാൻ അപ്ലൈ പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, വെനെവർ ആൻ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് അല്ലേ? ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് ആണ് അല്ലേ? അതായത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എന്ത് ചെയ്യും? അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഏത് തന്നെ ആയാലും, അതായത് ആ ലിക്വിഡിനകത്ത് ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്നതും P2 എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? സോ ഹൗ വി ക്യാൻ റൈറ്റ് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 is equal to P2. ഐഡിയ ക്ലിയർ ആയല്ലോ അല്ലേ? അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തും അത് ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ P1 ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ P1 ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും എന്തിന് ഈക്വൽ ആയിരിക്കും? P1 പ്രഷറിന് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ഹിയർ P1 വിൽ ബി ഈക്വൽ ടു P2 എന്ന് എഴുതാം. സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 is equal to P2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നോക്കി നോക്കൂ, ഇതിൽ LHS രണ്ടും സെയിം ആണ്. P1 is equal to P2 ആണെങ്കിൽ വാട്ട് വിൽ ബി RHS? RHS ഓൾസോ വിൽ ബി ദ സെയിം. ഓക്കെ, സോ ഹൗ വി ക്യാൻ റൈറ്റ് F1 by A1 is equal to F2 by A2 എന്ന് എഴുതാലോ. LHS സെയിം ആണെങ്കിൽ RHS ഓൾസോ ഷുഡ് ബി ദ സെയിം. സോ F1 by A1 is equal to F2 by A2 എന്ന് എഴുതാം. നമുക്ക് കാണാനുള്ളത് എന്താണ്? F2 അല്ലേ? സോ എങ്ങനെ കാണാം F2? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? F1 into A2 is equal to F2 into A1 എന്ന് കിട്ടില്ലേ? F1 into A2, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. F1 into A2 will be equal to F2 into A1 എന്ന് കിട്ടും. ദെൻ F2 will be equal to F1 into A2 by A1 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇതിലൊന്ന് നോക്കി നോക്കൂ. A2 by A1 എന്ന് പറയുന്നത്, A2 എന്ന് പറയുന്ന ഏരിയ എങ്ങനെയാണ്? ലാർജ് ആണ്. A1 എന്ന് പറയുന്നത് വെരി സ്മോൾ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദിസ് കോഷ്യൻറ്റ്? അതായത് A2 by A1 എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? സോ ദാറ്റ് വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ 1 മീൻസ് ഇതിൻ്റെ പ്രോഡക്റ്റ് F1 ഇൻറ്റു ദാറ്റ് A2 by A1 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾവേസ് മച്ച് ഗ്രേറ്റർ ദാൻ F1 ആണ് അല്ലേ? സോ F2 വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ F1 എന്ന് എഴുതാം. F2 വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ F1. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് വി ക്യാൻ ഡു, അതായത് നമുക്ക് വളരെ ചെറിയ ഒരു ഫോഴ്സ്, അതായത് വെൻ വി ആർ അപ്ലൈയിങ് എ വെരി സ്മോൾ ഫോഴ്സ് ഈവൻ ദെൻ വി ക്യാൻ ലിഫ്റ്റ് ഹെവി ലോഡ്സ്. ഓക്കെ, അതായത് അതാണ് പാസ്കൽസിലോ ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം. നമ്മൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെരി ഹെവി ആയിട്ടുള്ള, വളരെ ഹെവി ആയിട്ടുള്ള ലോഡിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നൗ വി ക്യാൻ കൺക്ലൂഡ് ദ വീഡിയോ. നിങ്ങൾക്ക് നോട്ട് ആവശ്യമുള്ളവർ